നമസ്കാരം. സതേൺ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ സതേൺ മെനുവിൽ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ പച്ചടിയാണ്. സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് കുമ്പളങ്ങ പച്ചടി. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതൊക്കെ. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 1/2 കിലോ കുമ്പളങ്ങ ഇതുപോലെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കനത്തിൽ ഞാനിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, അതേപോലെ തന്നെ എരിവിന് പച്ചമുളക്. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ താളിക്കാൻ കടുക്. നമുക്കിത് വീണ്ടും ചതച്ചിടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 2 വിസിൽ മതിയാവും. വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക, ഒരുപാട് ആഡ് ചെയ്യരുത്. ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ കുമ്പളങ്ങ വേവിക്കുന്ന സമയത്ത് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ, പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ആവശ്യത്തിന് പച്ചമുളക്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ 2 എടുക്കാം. ഞാനിവിടെ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല കട്ടിയിൽ പേസ്റ്റ് പോലെ ഈ തേങ്ങയൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ വെന്ത വെള്ളം കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുമ്പളങ്ങ വേവിച്ചതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് തേങ്ങ വളരെ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇനി കടുക് ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പച്ച കടുക് ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിലേക്ക് തൈര്, നല്ല ഉടച്ച കട്ടിയുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല കട്ടിയുള്ള തൈര് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ലൂസായി ആഡ് ചെയ്താൽ ഇത് ഒരുപാട് ലൂസായി പോകും അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നല്ല കട്ടിയുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സപ്പോസ് ഉപ്പ് കുറവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ടേസ്റ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. അപ്പോൾ ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഏകദേശം 1/4 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ താളിച്ചത് നമ്മളുടെ കുമ്പളങ്ങ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ താളിച്ചത് ഈ പച്ചടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സദ്യയിലൊക്കെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഹാപ്പി കുക്കിംഗ്.